അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം. അവിടെ പൗലോസ് എന്നും ദൈവിക ദർശനത്തിനകത്ത് ചലിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണെന്ന് പൗലോസ് സാക്ഷ്യം. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിച്ചിട്ടു ഞാൻ ഇന്നുവരെയും വലിയവരോടും ചെറിയവരോടും സാക്ഷ്യം പറയുന്നു. എന്നെ പിടിച്ച് കൊല്ലാൻ നോക്കി എന്നുള്ള സത്യമായ കാര്യമാണ്. ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതിരുന്നത് കൊണ്ട് സ്വർഗം എന്ത് ചെയ്തെന്ന് അറിയുമോ? സ്വർഗം ഇന്നുവരെ എന്നെ സഹായിച്ചു. ഞാൻ നിൽക്കുക, ദൈവം എന്നെ നിർത്തിയേക്കുക. ദൈവത്തിൻ്റെ സഹായം എനിക്കുള്ളത് കൊണ്ട് ആരെന്നെ കൊല്ലാൻ വന്നാലും ആരെന്നെ തകർക്കാൻ വന്നാലും വേദപുസ്തകം പറയുന്നു, നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. കാരണം അവൻ നിന്റെ പരിചയമായിട്ട് കയറി നിൽക്കുകയാ. അവൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ സ്വർഗീയ അരുളപ്പാടുകളെ അവൻ ഹൃദയംഗമമായി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ആകാശം ചായ്ച്ച് യശൂരന്റെ ദൈവം ഇറങ്ങി വരും. അവൻ നിന്നെ സഹായിക്കും. ആമേൻ. ദൈവം നിന്നെ സഹായിക്കും. അപ്പോൾ ഒരു കാര്യം, എന്താ കാര്യം? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്നില്ല? ഈ കാര്യം തിരിച്ച് ചിന്തിക്കുക. ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിക്കാതെ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആമേൻ. ആ മറുഭാവം കൂടെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം ഉറപ്പിച്ച് പറയാൻ പറ്റട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവൻ എന്നെ സഹായിക്കും. തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും.